കൊടുക്കലോട് കഴിഞ്ഞു. ഇനി മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ മെക്സവന്റെ ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോകണം എന്നുള്ള ആ ചിന്ത നമ്മളെ മനസ്സിൽ നിന്ന് പോകണില്ല. മറ്റുള്ള ദിവസം കാണാവുന്ന ആൾക്കാരെ വീണ്ടും കാണണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വരികയാണ്. അതും ഒരു അരമണിക്കൂർ ഇതേമാതിരി ഒരു എക്സസൈസ് ഇതുവരെ എല്ലാവരും നമുക്ക് റോട്ടിൽ കൂടെ നടക്കാം, അരമണിക്കൂർ ഇങ്ങനെ ചെലവഴിക്കാം, 1 മണിക്കൂർ അങ്ങനെ ചെലവഴിക്കാം, ജിമ്മിന് പോകാം, പലതും നടത്തി നോക്കിയിട്ട് ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. കാരണം ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ എക്സസൈസ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വീണ്ടും ഗ്രൗണ്ടിലേക്ക് എപ്പോഴും ഒരേ മായി തന്നെ വന്ന് എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞ് വളരെ സുഖമായിട്ട് എക്സസൈസ് ചെയ്യാം. അതുകൊണ്ട് വേറൊന്ന് പറയാനുള്ളത്, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ മാരത്തോൺ ഉണ്ടായി. അപ്പോൾ എനിക്ക് ശരിക്കും ഓടാൻ ആദ്യം കഴിഞ്ഞില്ല. 10-40 വർഷമായിട്ട് ഓരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ പങ്കെടുത്തു. ആ 5 കിലോമീറ്റർ നടത്തി പൂർത്തിയാക്കി ഞങ്ങൾ. അത് ഈ മെക്സവൻ്റെ ഒരു കഴിവ് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം വയറ്. എല്ലാവർക്കും അറിയാം. ഈ വയറിൻ്റെ ഒരു ആശ്വാസം എന്ന് പറയണേ നമ്മളെ ഈ അക്യുപ്രഷറും അതേമാതിരി ഫുൾ ആൻഡ് പുഷും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഭക്ഷണം വെച്ചാൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടും ആൾക്കാർ. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തുന്നു. ആർക്കും ഇത് നടന്നില്ല. ഗ്യാസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകാതെ ഗ്യാസാന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വേദന അവിടെ ഒരു വേദന, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആശുപത്രിക്കാർ നമ്മളെ സ്വാഭാവികമായിട്ടും ഒന്ന് ഇങ്ങനെ വിറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആരും ഇവിടെ കാണാനില്ല, കസ്റ്റമർ കമ്മിയാണ്, അപ്പോൾ അത് ചെയ്യാം. പക്ഷെ അതാരും ഗവനിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എക്സസൈസിന് കറക്റ്റ് വരുന്നവർക്ക് യാതൊരു വയറിന് പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ 10 കിലോ കുറഞ്ഞിട്ടുണ്ട്. 86 കിലോനാണ്. ഇപ്പോൾ 76 കിലോനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതേമാതിരി ഞങ്ങളിപ്പോൾ വയനാട്ടിൽ പോയിട്ട് ഞങ്ങൾ 10-12 ആൾക്കാർ പോയി മത്സരിച്ചു, ധൈര്യമായിട്ട് മത്സരിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവത്തിൽ പോണത്. അവരെ ഏറ്റവും വിദേശത്തേക്ക് പോകണ ഏഷ്യൻ ഗെയിംസിൽ പോകുന്ന ആൾക്കാരെ കൂടെ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള കഴിവുണ്ടായി. അതൊരു സംഭവം തന്നെയാണ്. കാരണം ആരും അങ്ങനെ പോയി കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ മെക്സന്റെ കഴിവ് തന്നെ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, വീണ്ടും നമ്മളെ ഈ ഒരു പ്രവർത്തനം അതേമാതിരി രാവിലെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ ഒരു അരമണിക്കൂർ വളരെ കറക്റ്റ് എക്സസൈസ് ചെയ്യുക. അത് വീണ്ടും തുടർന്ന് പോട്ടെ എന്ന് ആശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.